ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സെക്ഷനിലാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷനും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിൽ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പഠനം നടത്തുന്ന സ്റ്റുഡൻറ്റിന് അയാളുടെ ലൈഫിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഫാർമക്കോളജി എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. പാത്തോളജിയും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയററ്റിക്കൽ മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് കൂടി നമ്മുടെ ആരോഗ്യ ദർശനത്തെ മാറ്റുകയാണ് കുറച്ച് എപ്പിസോഡുകളിലേക്ക്. അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാനും പ്രേക്ഷകരിലേക്ക് കുറേ കൂടി ആരോഗ്യ മേഖലയിലെ ഫാർമക്കോളജി സെക്ഷനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനും വേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ സനിത ഫിലിപ്പാണ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമക്കോളജി. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് പോകാം. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവരാശ്രയിക്കുന്നതാണ് മെഡിസിൻ എന്ന് പറയുന്ന ആരോഗ്യരംഗത്ത്. ആ ഒരു മെഡിസിൻ്റെ യൂസേജാണ് ഏറ്റവും അവരെ കൂടുതൽ അങ്കലാപ്പിലാക്കുന്നതും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവർക്ക് ഫലം നൽകുന്നതുമെല്ലാം. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ ഫാർമക്കോളജിക്കുള്ള പ്രാധാന്യം എത്ര? ആദ്യമായി തന്നെ ഞാൻ ഫാർമക്കോളജി എന്താണെന്ന് വിശദമാക്കട്ടെ. അതായത് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടുള്ള വേർഡാണ് ഫാർമക്കോളജി. അതായത് ഫാർമക്കോൺ അഥവാ മരുന്ന് എന്ന ഗ്രീക്ക് പദവും ലോഗോസ് അഥവാ സ്റ്റഡി ഓർ സയൻസ് എന്ന പദവും ചേർന്നാണ് ഫാർമക്കോളജി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫാർമക്കോളജി എന്താണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. എല്ലാവരും വിചാരിക്കുന്നത് എന്തോ ഫാർമസിസ്റ്റ് അങ്ങനെയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഫാർമക്കോളജി. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, തിരിച്ച് ശരീരം ആ മരുന്നിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അടിസ്ഥാനമായി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഫാർമക്കോളജി. ഇപ്പോൾ ഈ ഫാർമക്കോളജി പഠിക്കാൻ വരുന്ന കുട്ടികൾ ഇപ്പം മെഡിസിൻ തന്നെയാണല്ലോ അവരുടെ മെയിനായിട്ടുള്ള. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഫാർമസി എന്ന് പറയുമ്പോൾ അത് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറി. പക്ഷേ യഥാർത്ഥത്തിൽ ആ മരുന്ന് എന്താണെന്നും അതിനെന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും ഉൾക്കൊണ്ട വസ്തുക്കൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ രോഗങ്ങൾക്ക് അനുയോജ്യമാണ്, അത് എത്രത്തോളം ഫലം നൽകുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ഈ മെഡിസിൻ പഠനത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള കോമ്പിനേഷൻസ്, ഇത് പുതിയ മെഡിസിൻസ് ഉണ്ട്, ആധുനിക മെഡിസിൻസ് ഉണ്ട്. ഇവയൊക്കെ എങ്ങനെ കുട്ടികളിലേക്ക് ഒരു പഠനത്തിലൂടെ എത്തിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പം അതിൻ്റെ ഒരു തിയറി എങ്ങനെയാണ്? അതായത് അവർ ഫസ്റ്റ് ഇയർ പാസ്സായി ബേസിക് നോർമൽ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയുണ്ടെന്ന് പഠിച്ചിട്ടാണ് സെക്കൻഡ് ഇയറിലേക്ക് വരുന്നത്. സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ പത്തോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി അങ്ങനെ പോകുന്നു. പത്തോളജിയിൽ അവരൊരു അസുഖം വന്നാൽ ഒരു മനുഷ്യ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നു. അതിനുശേഷമാണ് ഫാർമക്കിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അസുഖത്തിന് എന്തൊക്കെ മരുന്ന് നൽകാമെന്ന്, ഒരു മരുന്നിൻ്റെ ഗുണഫലങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഓരോ അസുഖം വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എടുക്കുന്നു. അപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എടുക്കുമ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ത് മരുന്ന് കൊടുക്കാം, ആൻജൈന എന്ത് മരുന്ന് കൊടുക്കാം, ഹൈ BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഓരോ സിസ്റ്റം വൈസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് മരുന്നിൻ്റെ ഗുണഫലങ്ങൾ മാത്രമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ, രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഡ്രഗ് ഇൻട്രാക്ഷൻസ് എന്ന് പറയും. പിന്നെ കിഡ്നി സംബന്ധം അല്ലെങ്കിൽ ലിവർ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ വരും. നമ്മുടെ അടുത്തേക്ക് പെർഫെക്റ്റായ മനുഷ്യരല്ല വരുന്നത്, പലവിധ അസുഖങ്ങളുള്ള ആളുകളാണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം BP മാത്രമുള്ള BP പ്ലസ് റീനൽ ഫെയിലർ ഉള്ള പേഷ്യൻറ്റിന് എന്ത് മരുന്ന് കൊടുക്കാം, എന്ത് മരുന്ന് കൊടുക്കാൻ പാടില്ല, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ, അവർക്ക് ഏതൊക്കെ മരുന്ന് കൊടുക്കാം, ഏതൊക്കെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. അതിലും പ്രധാനമായിട്ട് നമ്മളൊരു പുതിയ മോളിക്യൂള് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു ഡ്രഗാക്കി മാർക്കറ്റിൽ ഇറക്കാമെന്നും കൂടെ നമ്മളൊരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഈ സെക്കൻഡ് ഇയറിലാണോ ഇവർക്ക് ഈ ഫാർമക്കോളജിയുടെ കുറെ ഭൂരിഭാഗവും സ്റ്റഡി? ഭൂരിഭാഗം ഫാർമക്കോളജി ഒരു സബ്ജക്റ്റായിട്ട് അവർ പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ അവർ ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗ്സും പഠിച്ച് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പഠിച്ച് അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അതായത് മെക്കാനിസം ഓഫ് ആക്ഷൻ, ആ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അബ്സോർബ് ആവുന്നു,
എങ്ങനെ അത് നമ്മുടെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ അത് പുറന്തള്ളപ്പെട്ടു പോകുന്നു, അങ്ങനത്തെ ഒരു ഡ്രഗിനെ പറ്റി എല്ലാ കാര്യങ്ങളും അവർ സെക്കൻഡ് ഇയർ ഡീറ്റെയിൽ ആയി പഠിക്കും. അതിനുശേഷമാണ് അവർ തേർഡ് ഇയർ പോകുന്നത്. തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ അവിടെ രോഗനിർണയം കണ്ടെത്തി മരുന്ന് എഴുതുവാണ്. അപ്പോൾ ആ മരുന്ന് എഴുതുമ്പോൾ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അവർ ഓൾറെഡി സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അത് എളുപ്പമാകും കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, തേർഡ് ഇയറിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു പേഷ്യൻറ്റിനെ ചെക്കപ്പ് ചെയ്യാനും അവർക്ക് വേണ്ടി എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ എന്താണെന്നോ അത് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അവർ ഒരു പേഷ്യൻറ്റിനെ നേരിട്ട് കാണാനും പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് കേസ് ഹിസ്റ്ററി എടുത്ത് ഒരു എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ ഒരു പനിയായിട്ടൊരു വരുവാന്ന് വിചാരിച്ചോ, അപ്പോൾ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നുള്ള ഒരു ലെവലിലേക്ക് അവർ എത്തുള്ളൂ. ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കാണ് അവർ അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാം, കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു എന്താ പറയുക, ഒരു അസുഖത്തിന് തക്കതായ ഒരു മരുന്ന് എഴുതാൻ രീതിയിലേക്ക് അവർ വളർന്നു വരുന്നത്. കാരണം MBBS എന്ന് പറയുന്ന ഒറ്റയടിക്ക് നമ്മൾ ഡോക്ടർ ആവലല്ല, ഓരോ പടിയായിട്ടാണ്. 4.5 വർഷം കൊണ്ടാണ് അവർ MBBS ഡിഗ്രി കരസ്ഥമാക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരു രോഗം നിർണ്ണയിക്കാനും അതിന് തക്കതായ, അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് കൊടുക്കാനും അത് സുരക്ഷിതവും ഫലപ്രദവുമായിരിക്കും. അങ്ങനെ രോഗീനെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും സുരക്ഷിതമായി ചികിത്സിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഫാർമക്കോളജി അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അത് ഒരു ഡോക്ടറുടെ ജീവിതാവസാനം വരെ വേണ്ടിയുള്ള ഒരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി. ക്ലിനിക്കൽ മെഡിസിൻ്റെ ഹൃദയമാണ് ഫാർമക്കോളജി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ഈ ഇപ്പം നഴ്സസ് ഡ്യൂട്ടീസ് കുറച്ചൊക്കെ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ടല്ലോ, ഇപ്പോൾ ഇഞ്ചക്ഷൻ വയ്ക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതുകൂടി ഇതിൽ ഇൻക്ലൂഡിങ് ആണോ ശരിക്കും ഈ ഒരു ഇയർ പഠനത്തിൽ? അതെ, നമ്മുടെ പ്രാക്ടിക്കൽ സെഷനും തിയറി സെഷനും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. തിയറി സെഷനിൽ എന്ന് വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി പേഷ്യൻറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എങ്ങനെ ചില എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ പഠിപ്പിക്കുന്നില്ല. കുറച്ച് നമ്മൾ തേർഡ് ഇയർ മുതൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് വെക്കും. കാരണം ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വാർഡിൽ ചെന്ന് ഒരു പേഷ്യൻറ്റിനെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പകച്ചു പോകും, അവന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ മനുഷ്യ ശരീരത്തിന് സമാനമായ നിർമ്മിതികളുണ്ട്, മാനിക്കിൻസ് എന്ന് പറയും. കണ്ട മനുഷ്യ ശരീരം പോലെ തന്നെ അതിൽ മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ നമ്മൾക്ക് ഇവർക്ക് പ്രൊസീജിയേഴ്സ് എങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അണുവിമുക്തമായി പേഷ്യൻറ്റിന് കംഫർട്ടബിളായിട്ട് എടുക്കാമെന്ന് ഇവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. അത് നമുക്ക് പ്രത്യേകമായിട്ടൊരു റൂമുണ്ട്, അവിടെ നമ്മൾ മാനിക്കിൻസ് വെച്ചിട്ടുണ്ട്. കുട്ടികളെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇപ്പോൾ ഒരു ദിവസം ഇപ്പം IV ഇഞ്ചക്ഷനാണ് പഠിപ്പിക്കുന്നെങ്കിൽ അടുത്ത ദിവസം ഇൻട്രാമസ്കുലർ മസിലിൽ എങ്ങനെ എടുക്കാം, പിന്നെ സബ്ക്യൂട്ടേനിയസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ അല്ലേ. അത് ചിലർക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അല്ലേ? അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ അവർക്ക് അറിയണം ഈ മരുന്ന്. ഒരു ഇൻസുലിൻ പോലും എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മളിവിടെ ഒരു കുട്ടിക്ക് എങ്ങനെ കറക്റ്റ് ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇഞ്ചക്ഷനും കറക്റ്റ് ടെക്നിക്കിൽ രക്തക്കുഴലുകളെ ഒന്നും മുറിവേൽപ്പിക്കാതെ പേഷ്യൻറ്റിന് എന്താ പറയുക, അധികം പെയിനും ഡിസ്കംഫർട്ടും ഒന്നും ഇല്ലാതെ ഒരു സമാധാനപരമായിട്ട് എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും ഇഞ്ചക്ഷൻസ് ഒക്കെ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അവർ ഒന്നും അറിയാതെ പോകുന്നതിനേക്കാളും നല്ലതാണ് അവർ ഇതിൽ വൈദഗ്ധ്യം നേടിയിട്ട് അവിടെ ചെന്ന് പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും, കുറച്ചുകൂടെ നന്നായിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യാനും സാധ്യമാണ്. ഇപ്പോൾ ഈ മെഡിസിൻ തന്നെ ഒരു കാലത്തിനനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇപ്പോൾ ഒരു കാലത്ത് വല്ല വേദനയ്ക്ക് ഇബുപ്രൂഫൻ പാരസെറ്റാമോളോ ഡൈക്ലോഫിനാക് പാരസെറ്റാമോളോ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷൻസൊക്കെ കുറച്ച് കഴിയുമ്പോൾ പല കമ്പനീസായിട്ട് ചേഞ്ച് ആവുമല്ലോ. ഇപ്പോൾ ഇവർ പഠിക്കുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന കോമ്പിനേഷൻ അല്ല മറ്റൊരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലാതെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഈ ഇതിൽ വരുന്നുണ്ടോ?
അത് ന്യൂ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ന്യൂ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സെഷൻ ഉണ്ട് ന്യൂ ഡ്രഗ്സ് എന്ന് പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ എൻഡിൽ ന്യൂ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതുവഴി ഇവർ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കും ഇതൊക്കെയാണ് ന്യൂ ഡ്രഗ്സ്. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഇയർ MBBS കൊണ്ട് മരുന്നിൻ്റെ പഠനം അവസാനിപ്പിക്കാമെന്ന് കരുതുകയേ വേണ്ട. കാരണം ഒരു 35 തൊട്ട് 50ഓളം മരുന്ന് ഇന്ത്യൻ വിപണിയിൽ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. ഏറ്റവും പുതിയത് അതിനെക്കുറിച്ചൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് അവർ ജേണൽസ് വായിക്കണം, അതുപോലെ സെമിനാർസ് സിമ്പോസിയം അറ്റൻഡ് ചെയ്യണം, ന്യൂസ് ബുള്ളറ്റിൻ വായിക്കണം. അതുപോലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാർ അവരുടെ അടുത്ത് വന്നിട്ട് പറയും ഈ ഡ്രഗാണ് നല്ലത്, ഇതാണ് ഏറ്റവും ബെസ്റ്റ്, ഇത് പ്രിസ്ക്രൈബ് ചെയ്യണം. അതും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് ഈ ഡ്രഗാണ് ഏറ്റവും നല്ലത്, ഇത് നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് അയാളെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം, അയാൾ പറഞ്ഞത് എങ്ങനെ കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് അവർക്കൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. WHO ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് അവർ പറയുന്ന ആ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളതാണോ ഇവരുടെ ഈ ഡ്രഗ് പ്രൊമോഷണൽ ലിറ്ററേച്ചർ എന്ന് അസസ് ചെയ്യാനും നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ചുമ്മാ ആരെങ്കിലും വന്ന് ഈ ഡ്രഗ് നല്ല എന്ന് പറഞ്ഞിട്ട് അത് എഴുതുന്ന ഒരു ഡോക്ടർ ആവാൻ ഒരിക്കലും പാടില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം പല പൊതുസമൂഹത്തിനുള്ള ഒരു ധാരണയുണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നു, അവർ പറയുന്നൊരു മെഡിസിൻ ഇവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു. അപ്പോൾ ആ ധാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു WHO മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ്. WHO ഒരു മാർഗ്ഗനിർദ്ദേശമുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ് ഈ ഡ്രഗാണ് പാരസെറ്റാമോളിനേക്കാളും നല്ല ഡ്രഗ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ ബാധ്യതയാണ് അത് തെളിയിക്കാൻ. അപ്പം അതിന് എന്തെങ്കിലും ഗവേഷണങ്ങളോ പരീക്ഷണങ്ങളോ നടത്തി റിസൾട്ട് ഉണ്ട്, അത് ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഇൻഡെക്സ്ഡ് ജേണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തെളിവ് വേണം. ചുമ്മാ ഞാൻ വന്ന് ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് അത് കേട്ട് എഴുതുന്ന ഒരാളാവാൻ പാടില്ല. അപ്പം അവർക്ക് അത് അസസ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ അവരെ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അവരുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ അവർക്ക് ഈ റെപ്രസെൻറ്റേറ്റീവ്മാർ കൊണ്ടുവരുന്ന ഈ DPLs കൊടുത്തിട്ട് ഇത് നല്ലതാണോ, ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അസസ് ചെയ്യാൻ കുട്ടികളോട് പറയുന്നുണ്ട്. അവരത് അസസ് ചെയ്തിട്ട് അവർക്ക് തീരുമാനിക്കാം. ഇപ്പോൾ പാരസെറ്റാമോൾ കോമൺ ആയിട്ട് ഒരു പക്ഷേ എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ഈ പാരസെറ്റാമോൾ ശരിക്ക് ഹെഡേക്ക് ആയാലും ഇനിയിപ്പം ഫീവർ ആയാലും എല്ലാത്തിനും പൊതുജനങ്ങൾ സ്വന്തമായി പോയിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ പാരസെറ്റാമോളിനെ കുറിച്ചൊക്കെ ഈ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഡോക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു പാഠം എന്താണ്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? ഇതിപ്പം രണ്ട് ചോദ്യമാണ്. ഒന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങുന്നതും പാരസെറ്റാമോളിനെ കുറിച്ച് എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന്. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം കാർഡ് അടച്ച് വെടിവെക്കുക എന്നുള്ള രീതി ഏറ്റു ആ ഒരു പ്രതീതി. നമ്മൾ തലവേദന അത് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ കാരണങ്ങൾ, ചിലപ്പോൾ അത് വെറും മൈഗ്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ സൈനസൈറ്റിസ് ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, പല പല കാരണങ്ങൾ കാണും. ഇത് നമ്മൾ ചുമ്മാ ഒരു കാർഡടിച്ച് ചിലപ്പം അത് ബലിക്കും, ചിലപ്പോൾ അത് ബലിക്കില്ല. അങ്ങനെയാണ് ഞാൻ പറയും. ശരിക്കും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മാത്രമേ ഒരു മരുന്ന് കഴിക്കാവുള്ളൂ. ആളുകൾക്ക് അതിലൊരു ധാരണയുള്ളത് പനിയായിട്ടോ തലവേദനയായിട്ടോ പോയാൽ ഡോക്ടർ ഫസ്റ്റ് എഴുതിയ പാരസെറ്റമോളാണ്, അപ്പോൾ അതാണ് എല്ലാ തലവേദനയ്ക്കുമുള്ള പ്രതിവിധി. ധാരണയാണ്. താൽക്കാലികമായിട്ട് കുറയുമായിരിക്കും. കാരണം പാരസെറ്റമോൾ എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലറാണ്. പെയിൻ അതൊരു സിംറ്റത്തിന്, അതായത് ഒരു സിംറ്റത്തിന് അത് അല്ലെങ്കിൽ ഒരു ഇൽനെസ്സിനെ അത് ക്യൂർ ചെയ്യുന്നില്ല. ഒരു സിംറ്റം, അതായത് തലവേദന എന്നുള്ള സിംറ്റത്തിന് അതവിടെ ലഘൂകരിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു. പക്ഷേ ഈ തലവേദനയ്ക്ക് പിന്നിലുള്ള കാരണത്തിന് ഒരു ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല പാരസെറ്റാമോൾ. അത് ജസ്റ്റ് സിംറ്റം റിലീവ് ചെയ്യുക. അത് പനിയുടെ കാരണത്തെ അതില്ലാതാക്കുന്നില്ല, പനീനെ കുറയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സ്റ്റുഡൻസിനെ ഇതെല്ലാം നമ്മൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുത്താണ് പഠിപ്പിക്കുന്നത്. പാരസെറ്റാമോൾ എന്താണെന്നും അതിൻ്റെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അത് സൈക്ലോഓക്സിജനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് പെയിൻ കില്ലേഴ്സ്, അതായത് പെയിൻ ഉണ്ടാക്കുന്ന എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്ത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഡോസ്, പിള്ളേരിൽ എത്ര ഡോസ്, അഡൾട്ട്സിൽ എത്ര ഡോസ്, റീനൽ ഫെയിലിയർ ഉള്ളവർക്ക്, ലിവർ ഫെയിലിയർ ഉള്ളവർക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അങ്ങനെ ഓരോ മരുന്നിൻ്റെയും ഡോസുകൾ
നമ്മൾ കൃത്യമായി ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ മരുന്നുകൾ രണ്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ചില മരുന്നുകളുടെ കൂടെ ഈ ചില മരുന്നുകൾ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഈ ആൻറ്റിഹിസ്റ്റമിനും അതിൻ്റെ കൂടെ വേറെ ഉറക്കം വരുന്ന ചിലർ ഇൻസോമിനിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ അലർജിക്കുള്ള മരുന്നും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിഭയങ്കരമായ ഉറക്കം വരും. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ ഡ്രഗ്സ്, അതുപോലെ ചില ഡ്രഗ്സ് ചില ജോലികൾ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. ഡ്രൈവേഴ്സിന് നമ്മൾ ഉറക്കം വരുന്ന ഡ്രഗ്സ് ആൻറ്റിഹിസ്റ്റമിൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ ചില മെട്രോണിഡസോൾ പോലെയുള്ള ഡ്രഗ്സ് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല, സിവിയർ റിയാക്ഷൻ വരും. അങ്ങനെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വിത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻസ് വിത്ത് ആൽക്കഹോൾ ഓർ അതർ ബിവറേജസ്, അങ്ങനെ ഡ്രഗുമായിട്ട് എന്തെല്ലാം ഇൻട്രാക്ഷൻസ് വരുമെന്ന് നമ്മൾ വിദ്യാർത്ഥികളെ 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ഇവർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആ ഒരു പഠന രീതി എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നാച്ചുറലായിട്ട് കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട്, ഇരട്ടി മധുരം പോലെ. ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറയും. ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ, അത് സുഗന്ധവ്യഞ്ജനങ്ങളാവാം അല്ലെങ്കിൽ സസ്യങ്ങളാവാം. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ അതൊരു ക്രൂഡ് ഡ്രഗ്, അതിലുള്ള ഏതെങ്കിലും ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയും. നമ്മൾ സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്ത് അത് മനുഷ്യനിൽ നമ്മൾ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഡോസ് എന്ന് പറയും. മനുഷ്യനിൽ ഒരു ആക്ഷൻ ഉണ്ടാക്കുന്ന സേഫ് ഡോസായിട്ടും ഇഫക്റ്റും വേണം. സേഫ്റ്റി മാത്രം പോരാ, ഇഫക്റ്റും വേണം. ഇഫക്റ്റീവ് ഡോസ് കണ്ടെത്തി അതൊരു ഗുളികയായിട്ട് ഇറക്കുന്നു. അപ്പോൾ ഈ മരുന്നുകളിലൊക്കെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കെമിക്കൽസ് എടുത്തിട്ട് നമ്മുടെ മോഡേൺ അലോപ്പതി മെഡിസിൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള പല ഐറ്റംസും പ്രകൃതിദത്തമായ പലതുമാണ് ശരിക്കും അലോപ്പതി, ഹോമിയോപ്പതി ആൻഡ് ആയുർവേദം. ഇതിലേക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇവ തന്നെയാണ് എന്ന് കൂടിയാണ് പഠിപ്പിക്കുന്നത്. അതെ, ഈ പ്രകൃതിദത്തം എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കഴിക്കാൻ അല്ലേ. അതായത് നമുക്ക് പാരസെറ്റാമോൾ ഇപ്പോൾ ഒരു കോമൺ മെഡിസിൻ ആയതുകൊണ്ടാണ് ഞാൻ പാരസെറ്റാമോൾ എടുക്കുന്നത്. നമുക്ക് പനിക്ക് ഒരു 50 കിലോ ഉള്ള ആൾക്കാണെങ്കിൽ ഒരു 500 mg കഴിക്കണം എന്ന് വിചാരിച്ചു. 600 ആണെങ്കിൽ 600 മില്ലിഗ്രാം കഴിക്കണം. പക്ഷെ നമ്മളിപ്പം ഈ പനി കുറയാൻ വേണ്ടിയിട്ട് ഒരു ഔഷധ സസ്യമാണെങ്കിൽ ഈ 600 മില്ലിഗ്രാം എന്നുള്ളത് നമ്മൾ എങ്ങനെ കണക്കാക്കും? അതുപോലെ തന്നെ ഇങ്ങനത്തെ ക്രൂഡായിട്ടിരിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ ഭയങ്കര പാടാണ് അല്ലേ. അതിൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അതിലെന്താണോ വർക്ക് ചെയ്യുന്നത് അത് മൊത്തം വർക്ക് ചെയ്യണമെന്നില്ല. അതിൽ എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ആയിരിക്കും, കെമിക്കൽ കോമ്പൗണ്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. അതൊരു ഗുളികേൻ്റെ രൂപത്തിൽ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി തരുന്നു. അത് നമുക്ക് കൃത്യമായിട്ടറിയാം. ഈ കറക്റ്റ് ഡോസിനുള്ളിൽ കഴിക്കണം. കറക്റ്റ് ഡോസിന്റെ മേലെ പോയാൽ നമുക്ക് ലിവർ ഇഞ്ചുറി വരുമെന്ന് പലവിധ പരീക്ഷണങ്ങൾ ചെയ്ത് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഒരു ആയുർവേദിക് സസ്യമോ അല്ലെങ്കിൽ മെഡിസിനോ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയത്തില്ല. പ്രധാനപ്പെട്ട ഒരു ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞൊരു ക്വാണ്ടിറ്റി എത്ര കഴിക്കണം, ഏതുവരെ കഴിക്കണം എന്നറിയില്ല. അപ്പോൾ അതൊരു ക്യാപ്സൂളോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ ആയിട്ട് കൊടുക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഒരു അസുഖത്തിന് മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് കുറഞ്ഞാൽ നിർത്തും. പക്ഷെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് 1 BD ഇത്ര രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകിട്ട് 1, 7 ദിവസം അല്ലെങ്കിൽ 5 days അല്ലെങ്കിൽ 10 days ഇത്രയും കൊണ്ടുപോകാറില്ല. അതിൻ്റെ ഒരു ദോഷവും ഗുണവും കൂടി നമുക്ക് ഇതിൽ പറയാൻ പറ്റും. അതിൻ്റെ പ്രധാനമായിട്ടും നമ്മളെ ബാധിക്കുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സ് ഒരു 7 ദിവസം, അത് ഒരു ബാക്ടീരിയൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വെച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ബാക്ടീരിയ മൊത്തം ശരീരത്തിൽ നിന്ന് ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമോക്സിസിലിൻ ആണെങ്കിൽ 500 മില്ലിഗ്രാം 3 times ഡെയിലി ഇപ്പോൾ 7 days, 5 to 7 days ആ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ കഴിക്കാൻ തുടങ്ങി, നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയേൻ്റെ ലോഡ് കുറയുമ്പോൾ നമ്മുടെ അസുഖം കുറഞ്ഞു വരും. പക്ഷെ എവിടെയെങ്കിലും ഒരു ബാക്ടീരിയ ബാലൻസ് ആവും. അപ്പം നമ്മൾ പറയും ഉറുമ്പിന് മരുന്നടിച്ച് എത്ര മരുന്നടിച്ചാലും ആദ്യം അടിക്കുമ്പോൾ വർക്കാവും, രണ്ടാമത് അടിക്കുമ്പോൾ അത് സെയിം മരുന്ന് വർക്കാവില്ല. അതേപോലെ തന്നെ ഈ ബാക്ടീരിയ നമ്മൾ കൊടുക്കുന്ന മരുന്നിനെതിരെ പുതിയ സർവൈവ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വെപ്പണുമായിട്ട് പുതിയൊരു ബാക്ടീരിയ ആയിട്ട്
പുനരവതരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ അസുഖം വന്ന അതേ ആന്റിബയോട്ടിക് കഴിച്ചാൽ വർക്കാവൂല. കാരണം ഈ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള വാളുമായിട്ടാണ് ആ ബാക്ടീരിയ അവിടെ നിൽക്കുന്നത്. ആ കോഴ്സിന്റെ പ്രത്യേകതയാണ്. പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കുറഞ്ഞു നിർത്തി, ഇനി ആവശ്യമില്ല, അപ്പോൾ ചെറിയൊരു ക്ഷീണോ തളർച്ചയുണ്ട്, ആ ഗുളിക കഴിച്ചിട്ടാണ്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് ഡോക്ടറുടെ ഡെഫിനിഷൻ കറക്റ്റാണ്. പിന്നീട് അതിനേക്കാൾ വലിയൊരു ബാക്ടീരിയ അവിടെ വേറെ ഇതിനെ അതിജീവിച്ച് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും വേറെ മെഡിസിനിലേക്ക് പോകും. സാധാരണ ബാക്ടീരിയ സൂപ്പർ ബാക്ടീരിയ ആയിട്ട് എമർജ് ചെയ്യും. അതിനെ ഇടവരുത്തുന്നത് ആരാ? യെസ്, ആ പേഷ്യൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ദെൻ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഫാർമക്കോളജിയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡൻസിന് നൽകുന്ന ബാക്കിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള? ഇവിടെ ഇത് ഫാർമക്കോളജി മ്യൂസിയം ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഡ്രഗിനെ കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചും കണ്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ ഈ ഫാർമക്കോളജി മ്യൂസിയത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡ്രഗ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അത് നോക്കുകയാണെങ്കിൽ അവിടെ ആക്ഷൻ ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡയൂറിറ്റിക്സ്, അങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനാണ് ആ പിക്ചേഴ്സ് വഴി. അപ്പം ബുക്കിലാകുമ്പോൾ കുട്ടികൾക്ക് പാടാണ് അത് മനസ്സിലാക്കാൻ. ഇവിടെ വന്നൊക്കെ അവർക്കത് കാണുകയും പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ, എങ്ങനെയാണ് പണ്ടത്തെ സുശ്രുത ചരക കാലഘട്ടത്തിൽ നിന്ന്, ഹിപ്പോക്രറ്റീസിന്റെ കാലത്തിൽ നിന്ന് എങ്ങനെയാണ് മോഡേൺ മെഡിസിൻ ഇവോൾവ് ആയി വന്നേക്കുന്നതിന്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ് കാണിച്ചു തന്ന ക്രൂഡ് മെഡിസിൻ, ഔഷധ സസ്യങ്ങൾ, ഇതുപോലെയുള്ള കുറെ സംഭവങ്ങൾ അല്ലേ. അപ്പോൾ കറുവപ്പട്ടയാണ് അതിന്റെ എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മെഡിസിനൽ യൂസസ്. അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞതാണ്. ഇപ്പോൾ സിന്നമൺ എന്ന് പറയുന്ന കറുവപ്പട്ട, ഇതിൻ്റെ യൂസേജ് ഒരു മെഡിസിനിൽ എങ്ങനെയാണ് വരുന്നത്, അത് എത്ര ശതമാനം വരുന്നു, അതെങ്ങനെ യൂസേജ് ആവുന്നു, അതെങ്ങനെ മനുഷ്യ ബോഡിയിൽ പ്രവർത്തിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണാനും പറ്റും. പിന്നെ തിയററ്റിക്കലായിട്ട് കുറേ പ്രസിദ്ധരായ ഈ ഭിഷഗ്വരന്മാരുടെ, ഡോക്ടേഴ്സ്, അതുമായി ബന്ധപ്പെട്ട പഴയകാല വലിയ വലിയ ചരിത്രങ്ങളുണ്ടാക്കിയ ആളുകളുടെയൊക്കെ, അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു പഠനമായിട്ട് ഈ മ്യൂസിയത്തിൽ ഓൾറെഡി പിള്ളേർക്ക്, കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് അത്ര വിശദമായിട്ട് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫാർമക്കോളജിനി എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? ഇനി നമ്മൾക്കുള്ളത് ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആണ്. പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഡ്രഗിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് മൊയൽ അല്ലെങ്കിൽ വെള്ള എലിയിലെ വെള്ള കളറിലുള്ള ചെറിയ മൗസ്, അങ്ങനത്തെ മൗസുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴൊരു ബാൻഡാണ്. അനിമൽ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിലവിലത് ബാൻഡാണ്. അപ്പം ഒരു മരുന്നിൻ്റെ പ്രവർത്തനം അനിമൽസിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്, ക്യാൽ എന്നാണ് നമ്മൾ പറയുക, ക്യാൽ ലാബുണ്ട്, അത് അപ്പുറത്താണ്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു മരുന്നും നമ്മൾ മനുഷ്യരിലും കൂടെ പരീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പം മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുന്നേ നമ്മളിത് അനിമൽസിൽ പരീക്ഷിച്ച് നോക്കും. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും ശരീരം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതെന്നും നമ്മൾ അനലൈസ് ചെയ്യും. എന്നിട്ടൊരു സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഡോസ് നമ്മൾ കണ്ടുപിടിക്കും. ഒരു ഇത്ര ഡോസ് കഴിച്ചാൽ സേഫാണ്, ഇതിന് മുകളിലേക്ക് പോയ അപകടമാണ് നമ്മൾ കണ്ടുപിടിച്ച ശേഷം മാത്രമാണ് നമ്മൾ അത് ഹ്യൂമൻ ബീയിങ്സിൽ പരീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ അത് ഈ അനിമൽ എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് UG ലെവലിൽ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഒറിജിനൽ അനിമൽസ് നമുക്ക് കിട്ടില്ല, ബാൻഡാണ്. അപ്പം നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, എക്സ്ഫാർമ എന്ന് പറഞ്ഞാൽ, ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിമുലേഷൻ അല്ലെങ്കിൽ ആനിമേഷൻ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് അനിമൽ എക്സ്പെരിമെൻറ്റ്സ് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു പുതിയ അറിവ് കൂടിയാണ് ഈ ആനിമൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കൊറോണ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യം പരീക്ഷിച്ചത് അനിമൽസിലാണ്, എലിയിലോ അതുപോലെയുള്ള റാറ്റ്സ് അങ്ങനെയൊക്കെയാണ് പരീക്ഷിക്കാറുള്ളത്. പക്ഷെ അതിപ്പോൾ ബാൻ ചെയ്തതുകൊണ്ട് തന്നെ പുതിയ ടെക്നിക്ക്, ഗിനിപ്പന്നിയിലൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ ഇന്നിപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് പുതിയ ടെക്നോളജിയിലേക്ക് വന്നിട്ട് അത് അത്രത്തോളം എഫക്റ്റീവാണോ? നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായി ലഭ്യമാകുന്ന ഒരു
അത് ഓൾറെഡി നമുക്ക് പുതിയ മരുന്നുകളൊന്നും അതിൽ പരീക്ഷിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള മരുന്നുകളുടെ ഇഫക്ട്സ്, ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ഉള്ള മരുന്ന് കൊടുത്താൽ എങ്ങനെ BP കുറയുന്നു, അല്ലെങ്കിൽ കണ്ണിൽ ഒഴിക്കുന്ന തുള്ളി മരുന്ന് കണ്ണിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാം ചില മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങനെ ഡൈലേറ്റ് ചെയ്ത് വരും, ചിലത് ഉപയോഗിക്കുമ്പോൾ പ്യൂപ്പിൾ ഇങ്ങനെ ചെറുതായി പോകും. അപ്പോൾ കുട്ടികൾക്ക് അത് അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയും, ഈ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഡയലേറ്റ് ആകും, ഈ മരുന്ന് ഉപയോഗിച്ചാൽ പ്യൂപ്പിൾ ചെറുതാവും, അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കുറയും, ഈ മരുന്ന് ഉപയോഗിച്ചാൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആകും. അപ്പോൾ അവർ തന്നെ ആ കമ്പ്യൂട്ടറിൽ ഓരോ മരുന്നെടുത്ത് ഡോസ് ചൂസ് ചെയ്ത് അവർക്ക് കൊടുത്ത് അവർക്ക് ആ ഇത് ഇഫക്റ്റ് എന്താണെന്ന് അവർക്ക് വ്യക്തമായി കാണാം. അവർക്ക് തന്നെ ഈ എക്സ്പെരിമെൻറ്റ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാനും പറ്റും. ഇപ്പോൾ അനിമൽസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല, ഒരു പ്രാവശ്യം ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ നൽകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകമായ ചിട്ടവട്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഏറ്റവും കൂടുതൽ ഭയപ്പാടോട് കൂടിയിട്ട് പേഷ്യൻസ് സമീപിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചക്ഷൻ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് ഒത്തിരി ചിട്ടവട്ടങ്ങളും ഒത്തിരി അസെപ്റ്റിക് പ്രിക്കോഷൻസും ഉണ്ട്. പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കൈ നന്നായി വൃത്തിയായി സോപ്പും വാട്ടറും ഉപയോഗിച്ച് കഴുകി ഗ്ലൗസ് ഇട്ട് ട്രേ ഏത് ഇഞ്ചക്ഷന് ഫസ്റ്റ് ഓഫ് ഓൾ ഇഞ്ചക്ഷൻ്റെ പേര് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കി കൺഫേം ചെയ്യണം. ആ ഇഞ്ചക്ഷന് കളർ വ്യത്യാസമുണ്ടോ, അതിലെന്തെങ്കിലും ക്ലംസോ ഡസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി കൺഫേം ചെയ്ത് എക്സ്പയറി ഓർഡർ നോട്ട് ചെയ്ത് ഡോക്ടർ എഴുതിയേക്കുന്ന അതേ മരുന്ന് തന്നെയാണോ അതേ ഡോസ് തന്നെയാണോ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ എടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സ് വലിച്ചു മാറ്റി സിറിഞ്ച് എടുത്ത് കുത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പേഷ്യൻറ്റിനോട് നമ്മൾ ആരാന്ന് ആദ്യം പറയണം. നമ്മൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ, നേഴ്സാണെങ്കിൽ നേഴ്സ്, നമ്മളെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യണം. ഒരു 100 മുഹമ്മദ് അല്ലെങ്കിൽ 100 റാഷിദ് അല്ലെങ്കിൽ 100 സനിതകളുണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഡോക്ടർ എഴുതിയ സനിതയ്ക്ക് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. പേഷ്യൻറ്റിൻ്റെ പേര്, ഏജ്, വീട്ടുപേര് എന്തായാലും ചോദിച്ച് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യണം. അതിനുശേഷം പേഷ്യൻറ്റിനോട് നമ്മൾ സമ്മതം ചോദിക്കണം. ഞാൻ എടുത്തോട്ടെ എന്ന് പേഷ്യൻ്റ് സമ്മതം വാങ്ങിയ ശേഷം പേഷ്യൻ്റ് പ്രൈവസി ഉറപ്പാക്കണം. പേഷ്യൻറ്റിൻ്റെ ഏത് ഭാഗമാണോ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് അതെല്ലാം നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം. പേഷ്യൻറ്റ് നമ്മളൊരു പ്രൈവസി ഉറപ്പാക്കിയ ശേഷം നല്ല വെന്റിലേഷനും സൂര്യവെളിച്ചവും ഉള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. പേഷ്യൻ്റ് കൺസെൻറ്റ് കിട്ടിയ ശേഷം പേഷ്യൻറ്റിന് നമ്മൾ എവിടെയാണോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് ആ ഭാഗം ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് കോട്ടൺ ബോൾ വെച്ചിട്ട്, ഇപ്പോൾ ഇത് കോട്ടൺ ബോൾ ആണെങ്കിൽ ഒരു ക്ലോക്ക് വൈസ് മോഷനിൽ അകത്തുനിന്ന് പുറത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതാണ് എല്ലാ ഇഞ്ചക്ഷൻ്റെയും ബേസിക് ആയിട്ട് നമ്മൾ പ്രൊസീജിയർ, ക്ലീനിങ് വരെ ഉള്ളത്. അതിനുശേഷം ഓരോ ഇഞ്ചക്ഷൻ അനുസരിച്ച് നമ്മുടെ സിറിഞ്ചുകൾ മാറും, മരുന്നുകൾ മാറും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സിറിഞ്ചസ് വെച്ചിട്ടുണ്ട്, നമ്മൾക്ക് കാണാം ഓരോ സിറിഞ്ചിൻ്റെ അറ്റാച്ച് ചെയ്തേക്കുന്ന നീഡിൽസിൻ്റെ വലിപ്പം. അപ്പോൾ ഇതാണെങ്കിൽ ഒരു 28 ഗേജ് എന്നാണ് നീഡിലിൻ്റെ വലിപ്പത്തെ നമ്മൾ പറയുന്നത്. ഇതൊരു 18 ആണ്. 18 എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടണം. ഇത് 28 ആണ്. അത് കുറഞ്ഞു മനസ്സിലായോ? അതനുസരിച്ച് വേണം നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഇത് നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് പെട്ടെന്ന് നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് വളരെ അധികം മരുന്ന് നമുക്ക് വെയിൻ വഴി പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വലിയ ഗേജുള്ള വലിയ സിറിഞ്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊരു ഇൻസുലിൻ സിറിഞ്ചാണ്. ഈ ഇൻസുലിൻ സിറിഞ്ച് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻസുലിൻ കൊടുക്കാനാണ്. അപ്പോൾ ഇൻസുലിൻ നമുക്കിപ്പോൾ എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻ, എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, അന്നേരം നമ്മൾ IV ആയിട്ട് ഇൻഫ്യൂഷനായിട്ട് കൊടുക്കും. അല്ലാതെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്താൽ മതി. ഇപ്പോൾ രാവിലെ കൊടുക്കുന്ന ഇൻസുലിൻ ഒരു വൈകുന്നേരം കൊണ്ടൊക്കെ തീർന്നാൽ മതി, ഇല്ലെങ്കിൽ വൈകുന്നേരം കൊടുക്കുന്ന പിറ്റേ ദിവസം, രാത്രി കൊടുക്കുന്ന പിറ്റേ ദിവസം കൊണ്ട് അതിൻ്റെ
തീരാൻ പാടുള്ളൂ. പതുക്കെ സ്ലോ ആൻഡ് സസ്റ്റെയിൻഡ് റിലീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻസുലിൻ സിറിഞ്ച്, അതുപോലെ തന്നെ ഇതാണ് ട്യൂബർക്കുലിൻ സിറിഞ്ച്. ഇതെല്ലാം കുട്ടികളെ നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ, 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ട്യൂബർക്കുലിൻ സിറിഞ്ച് ഇത് സാറ് കണ്ടിട്ടുണ്ടോ? ഇതങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡോസ്, ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് ഡോസ്, TB ഉള്ളവർക്ക് മാൻഡോ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രം മാർക്കിംഗ് ഒക്കെ വരുന്നത് അല്ലേ? ക്ലിയർ ആയിട്ട് 0.1.2 എന്നാണ് മാർക്കിങ്. ഇത് ഇൻസുലിൻ സിറിഞ്ചിൽ എപ്പോഴും ഇന്റർനാഷണൽ യൂണിറ്റ്സിലാണ് മാർക്കിംഗ്, IU എന്ന് വരും. ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ അങ്ങനെയുള്ള സിറിഞ്ച് മാത്രമേ ഇൻസുലിൻ എടുക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലത്തെ 1, 2, 3, 4, 5 ml എഴുതിയേക്കുന്ന സിറിഞ്ച് ഒരിക്കലും ഇൻസുലിൻ എടുക്കാൻ ഉപയോഗിക്കരുത്. കാരണം ഡോസ് മാറിപ്പോവും, പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ വരും, കുഴഞ്ഞു വീഴും. അതിനുശേഷം ഇതാണ് മാനിക്കിൻസ്. മനുഷ്യ ശരീരത്തിന് സമാനമായ സ്ട്രക്ചറും സോഫ്റ്റ്നെസ്സും ഒക്കെയുള്ള പാർട്സ് ആണ്. ഇതൊരു കൈയിന്റെ ഭാഗമാണ്. ഇത് മെയിനായിട്ട് ഇതിൽ വെയിൻസ് കണ്ടു തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് എങ്ങനെ എടുക്കാം, ടോർണിക്കൊക്കെ ഇത് കെട്ടുന്ന സാറ് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെ കെട്ടാം, എവിടെ കെട്ടാമെന്ന് കുട്ടികളെ കാണിച്ചു കൊടുത്ത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിപ്പിക്കും. ഇത് നമ്മൾ മെയിനായിട്ട് മസിലില് എങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാമെന്നും, സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഈ സിറിഞ്ച് ഓരോ ആംഗിൾ ഉണ്ട്, ടെക്നിക്കാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ സാർ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു പെൻ പോലെ പിടിച്ചിട്ട് ഒരു സ്കിൻ ഫോൾഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പെൻ പോലെ. ഇത് എന്തിനാ ഈ സ്കിൻ ഫോൾഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ആക്ച്വലി ഇൻസുലിൻ ഇഞ്ചക്ഷൻ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ലെയറിലാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ തൊലിയുടെ താഴെയുള്ള ഫാറ്റ് ലെയറിലാണ്, മസിലിലല്ല. അപ്പം ഈ ഫാറ്റ് ലെയർ വരുന്നത് മസിലിന്റെ മേലെയായിട്ടാണ്. അപ്പൊ നമ്മളിത് പുള്ളപ്പ് ചെയ്യുന്നത് മസിലിൽ നിന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്യുവാണ്. അപ്പം മസിലിൽ നിന്ന് ഇത് ലിഫ്റ്റ് അപ്പ് ചെയ്ത ശേഷം ഇതുണ്ട്, ഇത്രയും നീളമുള്ളൂ. ഇത് 90 ഡിഗ്രി കുത്തിയ ഇത് കറക്റ്റ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ലെയറിൽ പോയി ഡിപ്പോസിറ്റ് ആവുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഗോ ഇൻ ടു മസിൽ ലെയർ. അപ്പം ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യും. കണ്ടോ? ഇതാണെങ്കിൽ നമ്മൾ 90 ഡിഗ്രിയിൽ കൊടുക്കും, ഹാൻഡ് റിലീസ് ചെയ്യും, സ്ലോലി ഇഞ്ചക്ഷൻ നമ്മൾ ഇഞ്ചക്ഷൻ പുഷ് ചെയ്യും. വളരെ പതുക്കെ ആ സെയിം കുത്തി അതേ ഡയറക്ഷനിൽ തന്നെ ഊരിയെടുക്കുക. ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് പ്രസ്. ഈ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തിരുമെന്ന്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യാൻ വേണ്ട, ജസ്റ്റ് പ്രസ് ദർ ഫോർ സം ടൈം. റബ്ബ് ചെയ്യാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് പ്രസ് ചെയ്താൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ആ ബ്ലീഡിങ്, കാരണം അവിടെ ബ്ലഡ് വെസൽ ഒന്നുമില്ല, ചെറിയ മറ്റേ സ്കിന്നിലൂടെ പോകുന്ന ബ്ലഡ് വെസൽസ് ചെറിയ എന്തെങ്കിലും വന്നാലേ, ചെറിയ ഇനി ബ്ലീഡിങ് തുള്ളി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അഡ്ഹസീവ് ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു വിടാം, വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇപ്പം കുറച്ചും കൂടെ നീളമുള്ള സിറിഞ്ചാ കിട്ടണേന്ന് വിചാരിച്ചു. ഇൻസുലിന് നമ്മൾക്ക് ഇൻസുലിൻ അല്ല, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ തന്നെ വേറെ ഏതെങ്കിലും ഒരു മരുന്ന് സബ്ക്യൂട്ടേനിയസ് ലെയറിൽ തന്നെ ഇതുപോലെ ഫാറ്റി ലെയറിൽ എടുക്കണം, നീളമുള്ള. പക്ഷെ സിറിഞ്ചിന് ഇച്ചിരി നീളമാണ്, കുറച്ചുകൂടെ നീളമുള്ളത് എടുക്കാം. പക്ഷെ സബ്ക്യൂട്ടേനിയസ് ലെയറിലാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്താലും അത് പോയി മസിലിൽ പോയി കയറും. അപ്പം നമ്മൾ ആംഗിൾ മാറ്റും, ചെരിച്ചു കൊടുക്കും. വി ഷുഡ് ഡ്രോ. ഫസ്റ്റ് നമ്മൾ മെഡിസിൻ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ മെഡിസിൻ എടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ബിബൽ കണ്ടു, ദിസ് ഓപ്പണിംഗ് ഷുഡ് ഫേസ് അപ്വേർഡ്സ്. വി ഷുഡ് മേക്ക് എ സ്കിൻ ഫോൾഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ കുത്താൻ പാടില്ല ഒരിക്കലും. ഈ ലെങ്ത് ഓഫ് ദി നീഡിൽ മോർ ദാൻ 6 millimeter ആണെങ്കിൽ ഒരിക്കലും 90 ഡിഗ്രി കുത്തരുത്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ യു ഹാവ് ടു ഗീവ് ലൈക്ക് ദിസ്, 45 ഡിഗ്രി ആംഗിളിൽ കുത്തുക. So it will reach the subcutaneous layer and push the medicine. ഒരു നീഡിലും മുഴുവനായിട്ട് ഉള്ളോട്ട് പോകുന്നില്ല അല്ലേ? ഈ 90 ഡിഗ്രി ചെറിയ നീഡിൽ ഇത് നമ്മൾ മുഴുവനായി കയറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളുടെ ഒരു അസംഷനും കൂടെ ഉണ്ടാവും. ഇപ്പം സാറിന്റെ മസിൽ എവിടെയായിരിക്കും എന്ന് എനിക്കൊരു
അസംഷൻ ഉണ്ടാവൂലോ, അത് ആ ഒരു ലെവലിലേ വെക്കാൻ പാടുള്ളൂ. മൊത്തം ഇത് നല്ല നീളമുള്ള നീഡിലാണ്. ചിലപ്പോൾ ഞാൻ മൊത്തം അകത്തേക്ക് കയറ്റിയാൽ മസിലിൽ പോയി പ്രിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്ഷൻ ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ ഇത് ഇപ്പം ഞാൻ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ്റെ ടെക്നിക്കാണ് കാണിച്ചു തന്നത്. അതുപോലെ നമ്മൾക്ക് എങ്ങനെ ഒരു ഇഞ്ചക്ട് ചെയ്ത ശേഷം എങ്ങനെ ഒരു ഇത് റീക്യാപ്പ് ചെയ്യാമെന്ന് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ സാറിനൊരു ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ട് ഞാനിത് എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റുമെന്ന് വിചാരിച്ചോ. ഇത് നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ള തിരക്കിൽ നമ്മൾ ഇങ്ങനെ കയറ്റുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ അത് കൊള്ളാൻ സാധ്യതയുണ്ട്. സാറിനുള്ള അതേ അസുഖം എനിക്കും വരും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കയ്യിൽ പിടിച്ച് റീക്യാപ്പ് ചെയ്യരുത്. നമ്മൾ താഴെ വെച്ച ശേഷം ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം. സ്കൂപ്പ് ചെയ്ത ശേഷം അതായത് ക്യാപ്പ് ആദ്യം അതിനകത്തൊന്ന് ഉൾക്കൊള്ളിക്കണം അല്ലേ? അപ്പം നമ്മുടെ കയ്യിൽ കൊള്ളില്ല. അപ്പോൾ സ്കൂപ്പ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ക്ലിനിഷ്യൻസിന് സമയവും കാണില്ല. അവരവരുടെ പേഷ്യൻസുമായിട്ട് ബിസി ആയിരിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പേഷ്യൻസുമായിട്ട് എമ്പതറ്റിക് കമ്മ്യൂണിക്കേഷൻ. പേഷ്യൻ്റ് ഒരു അസുഖം അറിഞ്ഞ് ഭയങ്കര ആകെ നിരാശാജനകനായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ അധികാരം കാണിക്കുന്ന ഭാവത്തിൽ അത് പല സമയത്തും പലപ്പോഴും ക്ലാഷ് ആയിട്ട് മാറാറുണ്ട്. സംസാരിക്കരുത്. അത് ഞങ്ങൾ ഇവരെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എംപതറ്റിക്കലി വിത്ത് ദി പേഷ്യൻ്റ് എന്നുള്ളത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഷൂവിൽ നിന്ന്, പേഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവരോട് പെരുമാറാനെന്ന് നമ്മൾ സെക്കൻഡ് ഇയർ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അവരത് ഇൻ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വിൽ ഇവോൾവ് ആസ് എംപതറ്റിക് ഡോക്ടേഴ്സ് ഐ ബിലീവ്. നമ്മുടെ ആരോഗ്യ ദർശനം കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവുകയാണ്. അപ്പോൾ ആ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ വരെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു രോഗിയുടെ ആരോഗ്യ ജീവിതത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇഞ്ചക്ഷൻ പോലും അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അതിന് വേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് വരുന്ന ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും പാലിക്കേണ്ടതുണ്ട്. പേഷ്യൻസിനെ ഏറ്റവും എംപതറ്റിക് ആയിട്ട് എങ്ങനെ സമീപിക്കാം, അവരോട് നമുക്ക് എങ്ങനെ, സിമ്പതി അല്ല ഡോക്ടർ പറയുന്നത്, എംപതറ്റിക് ആയിട്ട് അവരുടെ മനസ്സറിഞ്ഞ്, അവരുടെ ഇൽനെസ് അറിഞ്ഞ്, അവരുടെ വൈഷമ്യം അറിഞ്ഞ് എങ്ങനെ അവരോട് പെരുമാറാം, അവരുമായി ഇൻട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വിപുലമായ പഠനം നമ്മുടെ ഈ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഒരുപാട് നന്ദി. നമ്മളിനി മറ്റൊരു ഡോക്ടറുമായി കാണും. നമസ്കാരം.